ഹായ്, ഇനി നമുക്ക് എടുക്കാനുള്ളത് മെറ്റബോളിസം ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. കുറച്ച് ഡ്രൈ ടോപ്പിക്കാണ്, അതേപോലെ തന്നെ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, കുറച്ചധികം ഉണ്ട് താനും. അപ്പോൾ വേണ്ടവർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്തായാലും നമുക്ക് എക്സാമിന് പഠിച്ചല്ലേ പറ്റൂ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പ്ലാസ്മയിലെ നോർമൽ കോൺസെൻട്രേഷനിലേക്ക് വരാം. ഫസ്റ്റ് പ്ലാസ്മയിൽ തൈറോയ്ഡ് ഹോർമോൺ എത്ര ഉണ്ടാവും നോർമലായിട്ട്? T4 8 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ, T3 0.15 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ. ഈ അളവൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എന്നാലും ജസ്റ്റ് ടെക്സ്റ്റ് തന്നുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നതെന്ന് മാത്രം. ഇതിൽ നമ്മളിപ്പോൾ ബ്ലഡിലുള്ളതെന്ന് വിചാരിക്കും. ബ്ലഡിൽ സർക്കുലേഷനിൽ മെജോറിറ്റി തൈറോയ്ഡ് ഹോർമോണും പ്ലാസ്മ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തൈറോയ്ഡ് ഹോർമോണും പ്ലാസ്മ പ്രോട്ടീനും ബൈൻഡ് ആയിട്ടുണ്ടാവുക എപ്പോഴും, മെജോറിറ്റി ആൾക്കാരും. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരാണ് ഫ്രീ തൈറോയ്ഡ് ഹോർമോൺ. ഈ ഫ്രീ തൈറോയ്ഡ് ഹോർമോണാണ് നമ്മളെ ഫിസിയോളജിക്കൽ എഫക്റ്റിനെ ബാധിക്കുന്ന ആൾക്കാർ, അല്ലെ ഫിസിയോളജിക്കൽ എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഫീഡ്ബാക്ക് കൺട്രോൾ, നമ്മളെ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ തീരുമാനിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ ആരാ? ഫ്രീ തൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ ഫ്രീ തൈറോയ്ഡ് ഹോർമോൺ എത്ര ഉണ്ടെന്ന് അറിയുന്നത് നല്ലതല്ലേ? കാരണം എന്താ, നമ്മൾ ക്ലിനിക്കലി മെജോറിറ്റി ഫ്രീ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവാ നോക്കുക. ഇപ്പോൾ ഫ്രീ T4 ലെവൽ എത്ര? 2 നാനോഗ്രാം പെർ ഡെസിലിറ്റർ. T3 0.3 നാനോഗ്രാം പെർ ഡെസിലിറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത്, കോൺസെൻട്രേഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ എന്ത് വെച്ചാൽ മെഷേർഡ് ചെയ്യുന്നത്? ഈ തൈറോയ്ഡ് ഹോർമോണിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്ന ടെക്നിക്കിൻ്റെ പേരാണ് റേഡിയോ ഇമ്മ്യൂണോ എസ്സേ. ഓക്കെ, ഇതെ. അപ്പോൾ ഫ്രീ തൈറോയ്ഡ് ഹോർമോൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫിസിയോളജിക്കൽ എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പിന്നെ ഫീഡ്ബാക്ക് കൺട്രോൾ, പിന്നെ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ, ഇതിനൊക്കെ. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞാൽ ഈ മെറ്റബോളിസം ഓഫ് തൈറോയ്ഡ് ഹോർമോണിന് ഒരു മൂന്ന് ഡിവിഷനായിട്ട് തിരിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ആരുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യണം? പ്രോട്ടീൻ ബൈൻഡിങ്. രണ്ടാമത്തെ സ്റ്റെപ്പ് പെരിഫറൽ കൺവേർഷൻ. മൂന്നാമത്തേതോ പെരിഫറൽ ഡീഗ്രഡേഷൻ. നമ്മൾ വൈവക്ക് വരാൻ മാക്സിമം ഇത്രയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. ഏതൊക്കെ 3 സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, ഒന്ന് പ്രോട്ടീൻ ബൈൻഡിങ്, രണ്ടാമത് പെരിഫറൽ കൺവേർഷൻ, മൂന്നാമത്തെ പെരിഫറൽ ഡീഗ്രഡേഷൻ. അപ്പോൾ ഏതൊക്കെ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ 3 ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട്. എന്തൊക്കെ? TBPA, ആൽബുമിൻ. അപ്പോൾ ചോദിക്കും TBG ആരാ? തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ. തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ ആരാണ്? TBG. അപ്പോൾ തൈറോക്സിൻ ബൈൻഡിങ് പ്രീ ആൽബുമിൻ. തൈറോക്സിൻ ബൈൻഡിങ് പ്രീ ആൽബുമിൻ ആണ് ആര്? TBP. ഇതൊക്കെ എവിടെ കാണുന്നു എന്നൂടെ ഒന്ന് പറഞ്ഞാലോ? ആദ്യം നമുക്ക് തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിനെ പറ്റി പറയാം. ഇത് കാണുക ഇവിടെ ലിവറിലാണ്. ഇതൊരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയി തന്നെ പോയാലോ? എന്തായാലും പഠിക്കുമല്ലേ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ, ഓക്കെ, അത് ലിവറിലാണ് ഉണ്ടാക്കുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. ഇതിൽ ഒരു സൈറ്റാണ് ഉള്ളത്, ഒരു തൈറോയ്ഡ് ഹോർമോൺ ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു സൈറ്റാണ് ഉള്ളത്. ഓക്കെ, ഇതിൽ 70% T4, ഈ വാല്യൂ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, ജസ്റ്റ് പറയുന്നത് മാത്രം. 70% T4, 45% T3 ആരെ ബൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? T4 ആണ് കൂടുതൽ ബൗണ്ട് ചെയ്യുന്നത്. ആരെ കാണാം? T3നെ കാണാം. അവിടെ തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിൽ. ഓക്കെ, ഈ തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ്റെ അളവ് കൂടും എവിടെ? പ്രഗ്നൻസിയിൽ പിന്നെ പേഷ്യൻസിൽ ഈസ്ട്രോജനോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള ട്രാങ്കുലൈസേഴ്സ് ഒക്കെ കൊടുക്കുമ്പോൾ എന്ത് കൂടും? ഇതൊക്കെ നോട്ട്സിലുണ്ട് കേട്ടോ, അത് ഒരുപാട് ലെങ്ത് ആവും, അതുകൊണ്ടാണ് ഞാൻ അധികം എഴുതാത്തത്. ഓക്കെ, അപ്പോൾ തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ പ്രഗ്നൻസിയിൽ പേഷ്യൻസിന് ട്രാങ്കുലൈസറോ ഈസ്ട്രോജനോ ഒക്കെ കൊടുക്കുമ്പോൾ ഇത് കൂടും. ഓക്കെ, ഇനി തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ എന്താവും? കുറയുകയും ചെയ്യും. ആർക്ക്? ഇപ്പോൾ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡോ ആൻഡ്രോജനോ അസ്പാർജിനേസോ ഇങ്ങനെയൊക്കെ പേഷ്യൻസിന് കൊടുക്കുകയാണെങ്കിൽ തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ കുറയും. ആർക്കൊക്കെ? ഇപ്പം ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് കൊടുത്ത ആൾക്കാർക്ക് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ആൻഡ്രോജൻ, ആൻഡ്രോജൻ, അസ്പാർജിനേസ്,
ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, ആൻഡ്രോജൻ, എൽ ആസ്പാർജിനേസ് ഇത്ര ആൾക്കാർ കൊടുത്താൽ തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ കുറയും. ഇനിയോ മൊത്തത്തിൽ ഈ T3യും T4ഉം TBG ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന തടയാനും പറ്റും. ആയിരിക്കൊക്കെ സാലിസിലേറ്റ്, മൈറ്റോട്ടൈൻ, ഒരുപാട് എക്സാമ്പിൾ കേട്ടോ ടെക്സ്റ്റിൽ. ഞാൻ പഠിക്കാൻ പറ്റുന്ന 2 എക്സാമ്പിൾ ഓരോന്ന് പിക്ക് ചെയ്തെന്ന് മാത്രം. ഓക്കെ, ഇനി ഇപ്പോൾ TBG കഴിഞ്ഞാൽ അടുത്ത ആരാ? TBPA. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? തൈറോക്സിൻ ബൈൻഡിങ് പ്രീ ആൽബുമിൻ. അപ്പോൾ ഇതിൽ നമ്മൾ തൈറോക്സിൻ ബൈൻഡിങ് പ്രീ ആൽബുമിൻ, പക്ഷേ ഇതിൽ ആരില്ല. നമ്മൾ പേര് കേട്ട ആൽബുമിൻ ഉണ്ട് എന്ന് വിചാരിക്കും. ഇതിൽ ആൽബുമിനും ഇല്ല, ഗ്ലോബുലിനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിന് ഏറ്റവും റീസെൻ്റായിട്ട് കൊടുത്ത പേരെന്താ? ട്രാൻസ് എരിത്രിൻ. ഇത് ആരുമായിട്ട് ബൈൻഡ് ചെയ്യുക? 20% T4ഉം <1% ആര്? T3 ആയിട്ട് തീരെ കുറവാണെന്നും T4 ആണ് അത്യാവശ്യം കുറച്ചെങ്കിലും ബൈൻഡ് ചെയ്യുന്നതും പഠിച്ചാൽ മതി. പിന്നെ മൂന്നാമത് ബാക്കിയുള്ള ആരാ? ഒരു ആൽബുമിൻ കൂടി ബാക്കിയുണ്ട്. ആൽബുമിനായിട്ട് മേജറായിട്ട് ബൈൻഡ് ചെയ്യുന്ന ആരാ? T3. ആൽബുമിനായിട്ട് മേജറായിട്ട് ബൈൻഡ് ചെയ്യുക T3 ആണ്. ആൻഡ് ഒരു 55%, ഒരു 10% ആരുണ്ടാവും? T4. അപ്പോൾ ഈ ആൽബുമിനായിട്ട് ഏറ്റവും കൂടുതൽ ബൈൻഡ് ചെയ്യുന്ന T3, കുറച്ച് T4, അത്ര പഠിച്ചാൽ മതി. ഓക്കെ, ഇനി മെയിനായിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലത്തെ തൈറോയിഡ് ബൈൻഡിങ് പ്രോട്ടീൻ കൂടി എന്ത് സംഭവിക്കും? ഫ്രീ ആയിട്ടുള്ള തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ കുറയില്ലേ? ഫ്രീ ആയിട്ടുള്ള തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ പറഞ്ഞാൽ ഫീഡ്ബാക്ക് മെക്കാനിസം വഴി തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവൽ കൂടും. എന്തിനു വേണ്ടിയിട്ടാണ്? തൈറോയ്ഡ് ഹോർമോൺ കൂട്ടണമല്ലോ. ഫ്രീ ആയിട്ടുള്ള തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞാൽ ഫീഡ്ബാക്ക് വഴി തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ കൂട്ടും. അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ കൂടും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കൂലേ? അപ്പോൾ തൈറോയ്ഡ് ബൈൻഡിങ് പ്രോട്ടീൻ കുറഞ്ഞാലോ തൈറോയ്ഡ് ഹോർമോൺ ഫ്രീ ആയിട്ടുള്ള കൂടും. അപ്പോൾ TSHൻ്റെ സെക്രീഷൻ കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും? തൈറോയ്ഡ് ഹോർമോൺ കുറയും. ഓക്കെ, അപ്പോൾ ഇതൊരു ടെമ്പററി എഫക്റ്റാണെന്ന് മനസ്സിലായില്ലേ? ഈ പ്രോട്ടീൻ ബൗണ്ട് ഫോം കിടന്ന നമുക്ക് എന്തൊക്കെ ഉപകാരമുണ്ട്? ഈ പ്രോട്ടീൻ ഞാൻ പറഞ്ഞല്ലോ മെജോറിറ്റിയും ബൗണ്ട് ഫോമിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? റിസർവോയർ. എന്തെങ്കിലും അവസ്ഥയിൽ ഈ തൈറോയ്ഡ് ഹോർമോൺ കുറയുക, എന്തെങ്കിലും ഡിഫക്റ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള സമയത്തോ തൈറോയ്ഡ് ഹോർമോൺ പറഞ്ഞാൽ ആ തൈറോയ്ഡ് ഹോർമോൺ റിസർവോയറായിട്ട് പ്രോട്ടീൻ ബൗണ്ടായി കിടക്കുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേസമയത്ത് തന്നെ മെറ്റബോളിക് ഡീഗ്രഡേഷനിൽ സംഭവിക്കാത്ത ആൾക്കാരാണ് ആര്? ഈ ബൗണ്ടായിട്ടുള്ളത്. അപ്പോൾ മെറ്റബോളിക് ഡീഗ്രഡേഷനും ഇതിന് സംഭവിക്കില്ല. അതേപോലെ തന്നെ ഹാഫ് ലൈഫ് പറയുകയാണെങ്കിൽ ഹാഫ് ലൈഫ് ഓഫ് ആര്? T3ൻ്റെ ഹാഫ് ലൈഫ് ഒരു ഡേയാണ്. ഇപ്പോൾ T4ൻ്റെയോ ഒരാഴ്ച, അതായത് 7 ഡേ. ഈ സാധനം കൂടി പഠിച്ചു വെച്ചോ. ഓക്കെ അല്ലേ? അപ്പോൾ മെയിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? പെരിഫറൽ കൺവേർഷൻ. മെയിനായിട്ട് തൈറോയ്ഡ് സെക്രീറ്റ് ചെയ്യുക T4ൻ്റെ ഫോമിലല്ലേ? പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചു എന്ത്? T4 സെല്ലിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്താവും? T3 ആയിട്ട് മാറ്റും. അതായത് ഒരു 35% T4ഉം സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായിട്ട് മാറ്റുന്നുണ്ട്? T3 ആയിട്ട് മാറ്റുന്നുണ്ട്. അതിന് സഹായിക്കുന്ന എൻസൈം ആരായിരുന്നു? 5' ഡീഅയോഡിനേസ്. ഈ 5' ഡീഅയോഡിനേസ് മെയിനായിട്ട് എവിടെയൊക്കെ കാണുക? ലിവറിലും കിഡ്നിയിലും കിഡ്നിയിലാണ് മെയിനായിട്ട് എന്ത് കാണുക? 5' ഡീഅയോഡിനേസ് എന്ന് പറഞ്ഞാൽ എൻസൈം കാണുക. അപ്പോൾ മെയിനായിട്ട് T3യിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഫിസിയോളജിക്കലി ഏറ്റവും കൂടുതൽ ആക്റ്റീവായ ആളാരായിരിക്കും? ഫിസിയോളജിക്കലി ഏറ്റവും ആക്റ്റീവായ ആളായിരിക്കും T3 ആയിരിക്കും അല്ലേ? ഇനി ഇപ്പോൾ ബാക്കിയുള്ള 45% T4നെ എന്താക്കി മാറ്റും? RT3 ആക്കി മാറ്റും. ആര്? 5. ഇത് 5' ആണെങ്കിൽ ഇത് 5 ഡീഅയോഡിനേസ്. ഓക്കെ ആണോ? പക്ഷേ ഫിസിയോളജിക്കലി ഈ RT3 ആരാ? ഫിസിയോളജിക്കലി ഇയാൾ ഇനാക്റ്റീവാണ്. ഇപ്പോൾ എത്രയായി? 45% 35. കൂട്ടി നോക്ക്. 45 35 5 5 10 1 ബാക്കി 4 1 5 3 8 80 കഴിഞ്ഞാൽ ബാക്കി ഒരു 20% ഇല്ലേ? ഈ 20% T4 എന്താവും? കോൺജുഗേഷനിലേക്കും പോകും. ഓക്കെ അല്ലേ? ഈ 20% T4 കോൺജുഗേഷനിലേക്കും പോകും. ഓക്കെ അല്ലേ? ഇനി ഈ നേരത്തെ പറഞ്ഞ 5' ഡീഅയോഡിനേസ് ഭയങ്കര ഹൈ കോൺസെൻട്രേഷൻ കാണുന്ന 2 സ്ഥലങ്ങളാണെന്ത്? ഒന്ന് പിറ്റ്യൂട്ടറിയും രണ്ടാമത്തത് സെറിബ്രൽ കോർട്ടെക്സും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ T3 കൂടൂലേ? 5' ഡീഅയോഡിനേസ് ഉണ്ടെങ്കിൽ T4നെ നല്ല രീതിക്ക് T3 ആക്കും. ഇപ്പോൾ T3/T4ൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പോൾ ബാക്കിയുള്ള 20% ഇതിനെ ആരുമായിട്ടാണ് കോൺജുഗേറ്റ് ചെയ്യുന്നത്? ഇതിനെ കോൺജുഗേറ്റ് ചെയ്യാൻ ആരൊക്കെ ഉണ്ട്? സൾഫേറ്റ്സും പിന്നെ
ഗ്ലൂക്കറോണൈഡ്സും സൾഫേറ്റും വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുക, കോഞ്ചുഗേറ്റ് ചെയ്യുക. ഇനി ഈ പെരിഫറൽ കൺവേർഷനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള 3 സാധനങ്ങൾ. ഒന്ന് ഡയറ്റ്, രണ്ടാമത്തത് ഡ്രഗ്സ്, മൂന്നാമത്തതോ ഡിസീസ്. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡയറ്റിലേക്ക് വരാം. ഡയറ്റിലേക്ക് വരുമ്പോൾ ഫാസ്റ്റിംഗ് എന്ത് സംഭവിക്കുന്നറിയോ? ഒരാൾ പട്ടിണി കിടക്കുവാണെങ്കിൽ T4 T3 ആവുന്നത് കുറയും. അപ്പോൾ പ്ലാസ്മയിലെ T3 കോൺസെൻട്രേഷൻ എന്താവും? കുറയും. ഓക്കെ, പക്ഷേ അയാളുടെ RT3 കൂടും, T4 നോർമലായിരിക്കും. ഇത്ര ഓക്കെ ആണോ? അതായത് ഫാസ്റ്റിങ്ങിൽ T4 T3 ആവുന്നതിനുള്ള കൺവേർഷൻ കുറയും. അങ്ങനെയാണെങ്കിൽ T3ൻ്റെ എമൗണ്ട് കുറയൂലേ? പക്ഷെ RT3 ആക്കുന്നത് കൂടും. അപ്പോൾ RT3 കൂടി, T4 നോർമൽ. ഈ ഫാസ്റ്റിങ്ങിന് വരെ സ്റ്റാർവേഷൻ ആണെങ്കിലോ? സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് ആയിട്ട് ക്രോണിക് ആയിട്ട് ഇയാൾ സിവിയർ ആയിട്ട് ഫാസ്റ്റിങ്ങിലേക്ക് പോയാൽ T3 എന്തായാലും കുറവായിരിക്കും. RT3 കൂടുന്നതിന് വരെ നോർമലായിട്ടാണ് നിൽക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആരാ? ഫാസ്റ്റിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആരാ? ഓവർ ഫീഡിങ്. നല്ല രീതിക്ക് ഫുഡ് കഴിക്കാനായിരിക്കും. ഇപ്പോൾ ഇവിടെ T3 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ T3 എന്താവണം? കൂടണം. RT3 ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിലോ ഇവിടെ RT3 കുറയണം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഡയറ്റിൻ്റെ എഫക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ഡ്രഗ്സ്. ചില ഡ്രഗ് എന്താക്കും? ആരെ ഇൻഹിബിറ്റ് ചെയ്യും? ഇപ്പോൾ ഡീഅയോഡിനേസ് ആണല്ലോ മെയിനായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? T3 ഉണ്ടാകുന്നത് കുറയൂലേ? ഇപ്പോൾ T3 കുറഞ്ഞു. അതേ സ്ഥാനത്ത് RT3ക്ക് പ്രശ്നമുണ്ടോ? ഇല്ല, അയാൾ കൂടും. റെഡിയാണോ? ഇനി ചില ഡിസീസ്. അപ്പോൾ തൈറോയിഡിന് തന്നെ ബാധിക്കുന്ന ഡിസീസ് ആണെന്നില്ല, നോൺ തൈറോയിഡലായിട്ടുള്ള ആൾക്കാരായാലും മതി. ഇപ്പോൾ എന്തൊക്കെ വരാം? ബേൺസ് വരാം, അല്ലെങ്കിൽ ട്രോമയോ ബേൺസോ, ലിവറും കിഡ്നി ഫെയിലിയർ ആവുന്നതോ, ലിവറും കിഡ്നിയൊക്കെ എന്തായിരുന്നു ഫെയിലിയർ ആവുന്നതോ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷനോ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും തരം ക്യാൻസറോ. ഈ ആൾക്കാരൊക്കെ എന്തിനെ സപ്രസ് ചെയ്യടാ? ഡീഅയോഡിനേസ്. മെയിനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാരാ? ഡീഅയോഡിനേസ്. ഇതിനെ സപ്രസ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളെ ബോഡിയിലെ T3 എന്തായി? അപ്പോഴും കുറയും. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരിലെ T3 ഈ രോഗം മാറിയാൽ അതെന്താവും? നോർമലിലേക്ക് തിരിച്ചു വരും. ഓക്കെ അല്ലേ? റെഡി. അപ്പോൾ മൂന്നാമത്തെ മെയിൻ സ്റ്റെപ്പ് ആരാ? പെരിഫറൽ ഡീഗ്രഡേഷൻ. മൂന്നാമത്തെ ആളാരാ? പെരിഫറൽ ഡീഗ്രഡേഷൻ. ഈ തൈറോയ്ഡ് ഹോർമോണിനെ മെറ്റബോളൈസ് ചെയ്യുന്ന മെയിൻ എൻസൈം ആരാ? ഡീഅയോഡിനേസ്. ഈ ഡീഅയോഡിനേസിന് 3 ഫോം: ടൈപ്പ് 1, 2, 3. ഓക്കെ ആണോ? ഇതെവിടെയൊക്കെ കാണുന്നതെന്ന് കൂടി പഠിച്ചാൽ നല്ലതാണ്. ഈ D1 കാണുന്നത് ലിവർ, കിഡ്നി, തൈറോയിഡ്, പിറ്റ്യൂട്ടറി. ഓക്കെ ആണോ? ദെൻ D2 കാണുന്നതോ സ്കെലിറ്റൽ മസിൽ, പിന്നെ ബ്രെയിൻ, പ്ലാസെൻഡ. D3 കാണുന്ന സ്ഥലം ബ്രെയിൻ, റീപ്രൊഡക്റ്റീവ് ടിഷ്യൂ. ഇതെവിടെയൊക്കെ കാണുന്നത് പഠിച്ചാൽ നല്ലതാണ്, പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദെൻ ഈ ഡീഅയോഡിനേസിലെ മെയിനായിട്ടുള്ളൊരു അമിനോ ആസിഡ്, നിങ്ങൾ +2 വരെ 21 അമിനോ ആസിഡ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ചിലരെങ്കിലും അതിന് ശേഷം പുതിയൊരു അമിനോ ആസിഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്, 22ാമത്തെ ഒരാൾ. അതാരാ? ചിലരെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പേരാണ് സെലനോസിസ്റ്റീൻ. അപ്പോൾ ഈ സെലനോസിസ്റ്റീൻ ഒരു റെയർ ആയിട്ടുള്ള അമിനോ ആസിഡാണ്. അതേപോലെ തന്നെ ഇതിന് എന്തിനെ കാറ്റലൈസ് ചെയ്യാൻ പറ്റും? ഓക്സിഡോ റിഡക്റ്റീവ് റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ ആരാണ് ഇതിനെ കാറ്റലൈസ് ചെയ്യുന്നത്? ഇതിലുള്ള സെലീനിയം. ഈ അമിനോ ആസിഡിലെ സെലീനിയാണെന്ത് എൻസൈം ആക്ടിവിറ്റിക്ക് കാരണം. ഓക്കെ, ഈ D1 D2 എന്താണ്? 5' ഡീഅയോഡിനേസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് T4 T3 ആകും. അപ്പോൾ എന്താവും? ഇൻട്രാ സെല്ലുലാർ T3 ടാർഗറ്റ് സെല്ലിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തോളൂ. ആര്? D1 D2. ഇപ്പോൾ D3ൻ്റെ പരിപാടി എന്തായിരിക്കും? ഉറപ്പല്ലേ? ബാക്കിയുള്ള എന്താ? T4 RT3 ആക്കുന്ന പരിപാടി ആര് ചെയ്തോളും? D3 ചെയ്തോളും. ഓക്കെ ആണോ? ദെൻ അപ്പോൾ നമ്മൾ ബ്രെയിനിൽ ഉള്ള ആരാ? D2. ഇയാൾ ബ്രെയിനിലുണ്ട്. ഇപ്പോൾ ബ്രെയിനിൽ കൃത്യമായിട്ട് ന്യൂറോൺസിന് കൃത്യമായിട്ട് T3 കൊടുക്കുന്ന ഫംഗ്ഷൻ ആര് ചെയ്തോളും? D2 ചെയ്തോളും. റെഡിയാണോ? പിന്നെ മെയിനല്ല, എന്നാലും ജസ്റ്റ് T3നെ ഡീഗ്രേഡ് ചെയ്തിട്ട് വേറെ എന്താക്കി മാറ്റാൻ പറ്റും? ഡൈഅയോഡോ തൈറോണിനും ആക്കാൻ പറ്റും. ഡൈഅയോഡോ ആര്? ഡീഅയോഡിനേസിന് വേണം എന്താക്കാനും പറ്റും? ഡൈഅയോഡോ തൈറോണിൻ. എവിടെ? ലിവറിലും കിഡ്നിയിലും. ഇങ്ങനെയും നടക്കാറുണ്ട്. ഇനി മെയിനായിട്ട് അടുത്തൊരു ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞുതരാം. ഇപ്പോൾ ലിവറിൽ T4 T3 ഒക്കെ മെറ്റബോളൈസ് ചെയ്യും.
മെറ്റബോളൈസ് ചെയ്തിട്ട് ആരുമായിട്ട് കോഞ്ചുഗേറ്റ് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞു ബാക്കിയുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാരെ കോഞ്ചുഗേറ്റ് ചെയ്യുന്നുണ്ട്. കോഞ്ചുഗേറ്റ് ആരുമായിട്ട്? സൾഫേറ്റും പിന്നെ ഗ്ലൂക്കറോണിക് ആസിഡും ഇവരൊക്കെ ആയിട്ട് കോഞ്ചുഗേറ്റ് ചെയ്തിട്ട് ഈ കോഞ്ചുഗേറ്റഡ് ഫോമിന് എന്താക്കും? ഇപ്പോൾ ഒരു കോഞ്ചുഗേറ്റഡ് ഫോം കിട്ടി. ഈ കോഞ്ചുഗേറ്റഡ് ഫോമിനെ ബൈലിലേക്ക് സെക്രീറ്റ് ചെയ്യും. ബൈലിന് എങ്ങോട്ടേക്ക് സെക്രീറ്റ് ചെയ്യും? സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് സെക്രീറ്റ് ചെയ്യും. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് എങ്ങോട്ടേക്ക് എൻ്റർ ആവും? എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ. എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷനിലേക്ക് കയറിയാൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്താ? അയോഡിന് ലോസ് ആവുന്നത് കുറയും. സോ അയോഡിൻ ലോസ് ഈസ് മിനിമൽ. സോ ലിവറിന്ന് T4ഉം T3യും മെറ്റബോളൈസ് ആയിട്ട് കോഞ്ചുഗേറ്റ് ചെയ്യും. ആരുമായിട്ട്? സൾഫേറ്റും ഗ്ലൂക്കറോണിക് ആസിഡും. ആ കോഞ്ചുഗേറ്റഡ് ഫോമിനെ ആര് എടുത്തേക്ക് കൊടുക്കും? ബൈലിൽ കൊടുക്കും. ബൈലിന് എങ്ങോട്ട് സെക്രീറ്റ് ചെയ്യും? സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക്. അവിടെ നിന്ന് എങ്ങോട്ട് എൻ്റർ ചെയ്യും? എൻഡറോ ഹെപ്പറ്റിക് സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന യൂസ് എന്താ? അയോഡിൻ ലോസ് എന്താക്കാൻ പറ്റും? കുറക്കാൻ പറ്റും. ഇത്രയും ഓക്കെ ആണോ? എന്നാൽ കുറേ മെനി ടിഷ്യൂവിൽ എന്ത് സംഭവിക്കൂടാ? T4നെ മെറ്റബോളൈസ് ചെയ്യാൻ പറ്റും. എങ്ങോട്ടേക്ക്? ടെട്രാ അയഡോ അസെറ്റിക് ആസിഡ്. അതിന് വേറൊരു പേരുണ്ട്. എന്താണ്? ടെട്രാക്ക്. T4ന്ന് എന്താക്കാനും പറ്റും? ടെട്രാ അയഡോ അസെറ്റിക് ആസിഡ് അല്ലെങ്കിൽ ടെട്രാക്ക്. ഇനി മെയിനായിട്ട് 2 ചെറിയൊരു സൈക്കിൾ കൂടെ ഉണ്ട്. ഇതുകൂടെ നിങ്ങൾ അതിനോട് പഠിച്ചാൽ നല്ലതാണ്. ഓക്കെ, ഒന്നുമില്ല. T4ന് എന്താക്കുന്നു? T3 ആക്കുന്നു. T3ന് 3' ഡൈഅയഡോ തൈറോണിനാക്കുന്നു. അതിനെ RT3 ആക്കുന്നു. T4ന് എങ്ങനെ RT3 വരുന്നു എന്നുള്ളത് പഠിക്കുക. ഇനി RT3ന്ന് T4ലേക്ക് ആവുന്നതും ഈ T4ന് ലാസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പ് ഏത്? T4നെ ടെട്രാക്ക് ആക്കുന്ന സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പ് കൂടാണ് ഈ സൈക്കിളിലുള്ളത്. വേറൊരു കുട്ടി സൈക്കിളും കൂടെ ബാക്കിയുണ്ട്. ഈ ഒരു കുട്ടി സൈക്കിൾ കൂടി പഠിക്കുക. ഓക്കെ, ഒന്നുമില്ല. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്തിനെ സെക്രീറ്റ് ചെയ്യും? T3നെ സെക്രീറ്റ് ചെയ്യും. അത് 4 മൈക്രോഗ്രാം പെർ ഡേ. T4നെ സെക്രീറ്റ് ചെയ്യും. അത് 80 മൈക്രോഗ്രാം പെർ ഡേ ആണെന്ന് തോന്നുന്നു. പിന്നെ 2 മൈക്രോഗ്രാം പെർ ഡേ RT3യും. ഈ T4ന് എന്ത് സംഭവിക്കൂടാ? T4ന് T3നെ ഉണ്ടാക്കും. അതേപോലെ തന്നെ RT3 T4 ഉണ്ടാവും. ബാക്കി 20% T4 എന്താവും? കോഞ്ചുഗേറ്റഡ് ആവും. അപ്പോൾ ഇത്രയാണെന്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ താങ്ക് യു.